ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിലാണ്. വളരെ യാദൃശ്ചികമായിട്ട് എത്തിയതാണ്. ഈ വഴികളിൽ ഒരിക്കൽ കൂടി വരണമെന്നും ഈ കോളേജ് മുഴുവനും സഞ്ചരിച്ച് കാണണമെന്നും അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ മുഴുവൻ ദൃശ്യങ്ങൾ പകർത്തണമെന്നും വലിയൊരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു എക്കണോമിക്സ് ഗ്രൂപ്പ് 2002-2005 ബാച്ചിലെ എക്കണോമിക്സ് സ്റ്റുഡൻ്റാണ് ഞാൻ. എൻ്റെ പേര് സത്താർ സലീം. ആ കാലഘട്ടത്തിൽ പഠിച്ചവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ, ആ വാട്സപ്പ് കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു റീയൂണിയൻ. ആ റീയൂണിയന് ഇങ്ങനെ വാട്സപ്പിൽ ചർച്ചയായപ്പോൾ മുതലൊന്ന് കോളേജിലെത്തണം, കോളേജിൽ കൂടി ഒന്ന് നടക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ദൈവം സഹായിച്ച് അങ്ങനൊരു ഒരവസരം ലഭിച്ചു. ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ ഈ വിഷ്വൽസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കും വേണ്ടിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ്. എന്നെ സംബന്ധിച്ച് 2002-2005 കാലഘട്ടം എന്ന് പറഞ്ഞാൽ സംഭവബഹുലമായ കാലഘട്ടമായിരുന്നു. +2 വരെയുള്ള സ്കൂൾ ജീവിതം കഴിഞ്ഞ് കലാലയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ. അതൊരു പക്ഷേ പഠിച്ച് വലിയൊരു അല്ലെങ്കിൽ ഉന്നത ഒരു ജോലി നേടുക എന്നതിനേക്കാൾ ഉപരി കലാലയം ആസ്വദിക്കുക, ഒരു 4 ചുവരുകൾക്കപ്പുറം വലിയൊരു ലോകത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു. എക്കണോമിക്സ് ബാച്ചിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 10-25-30 സ്റ്റുഡൻസ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ +2 പഠിച്ച ഒട്ടുമിക്ക +2 പഠിച്ച അതേ കൂട്ടുകാർ തന്നെ ആയിരുന്നു BA എക്കണോമിക്സിന്. പിന്നെ മറ്റ് മാന്നാറിൽ നിന്നുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. സെക്കൻഡ് ഈസ് റെപ്പായിട്ടും അതുപോലെ തന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറിയൊക്കെ ആയിട്ട് ഫൈനൽ ഇയറിൽ മത്സരിച്ചു, തോറ്റുപോയി. അവിടെ ആ സമയത്ത് SFI കളം നിറഞ്ഞ സമയങ്ങളായിരുന്നു. SFIയുടെ ലോഷി, അഖിൽ, വിൻസെൻ്റ്, ഒരുപാട് പേര് പറയാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് പറയേണ്ടി വരും. കോൺഗ്രസിൻ്റെ ഷൈജു, സാം വർഗീസ്, രുതി കുറുപ്പ്, ഷേണായി, അങ്ങനെ സൈഫുദ്ദീൻ, ഷൈജു, ചാപ്ര, അനീഷ് ചാപ്ര, സലാം, ഒത്തിരി പേര്, ജോൺസി, ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സാണ്. സനുഷ, പ്രിയ, രാകേഷ്, ജയൻ, ഒത്തിരി പേര്. ഞാൻ ഈ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നവരുടെയാണ് ഈ പറയുന്നത്. ഒരു രസമായിരുന്നു ആ കാലഘട്ടം. ഞാൻ രാഷ്ട്രീയത്തിന് പുറമെ സ്പോർട്സിലുണ്ടായിരുന്നു. ഒന്ന് റോസ് ടീച്ചറാണ് ഞങ്ങളുടെ സ്പോർട്സ് ഹെഡ്. റോസ് ടീച്ചറെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, റോസ് ടീച്ചർ ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. വളരെയധികം ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരുന്നു. ഞാൻ വിക്കറ്റ് കീപ്പറായിട്ടും വൈസ് ക്യാപ്റ്റനായിട്ടും 3 കൊല്ലം പമ്പ കോളേജിൻ്റെ ടീമിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിനോയ് ആയിരുന്നു ക്യാപ്റ്റൻ. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ബിനോയ് ആയിരുന്നു ക്യാപ്റ്റൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ്റർ കോളേജിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി SB കോളേജിൽ കളിക്കാൻ പോയിട്ടുണ്ട്. അല്ല, NSS കോളേജിൽ കളിക്കാൻ പോയിട്ടുണ്ട്. കോട്ടയം CMS കോളേജിൽ കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ മർത്തോമ കോളേജിൽ പോയി ഒരു കോളേജിന് വേണ്ടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വളരെ നല്ല ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരിക. ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ BCom, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ സയൻസിൻ്റെ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റുകൾ, ലൈബ്രറി, ഗ്രൗണ്ട്, ഓഡിറ്റോറിയം, അങ്ങനെ ഒത്തിരി എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ പഠിച്ച സമയത്ത് ആർട്സ് ക്ലബിൻ്റെ പരിപാടിക്ക് ജയസൂര്യ വന്നതായിട്ട് ഓർമ്മയുണ്ട്. ബ്ലസ്സി സാറ് വന്നതായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരും വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സൗഹൃദത്തിനായിരുന്നു എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തിരുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അതീതമായിട്ട് ഒരുപാട് സൗഹൃദങ്ങൾ ആ സമയത്തുണ്ടായിട്ടുണ്ട്.
ശാരദക്കുട്ടി ടീച്ചറിനെ ഓർക്കുന്നു. ഇപ്പോൾ ശാരദക്കുട്ടി ടീച്ചർ ഭയങ്കര ഫേമസ് ആണ്. അന്നും ഫേമസ് ആയിരുന്നു, ഇന്നും ശാരദക്കുട്ടി ടീച്ചറിനെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ പത്രത്താളുകളിലൂടെയൊക്കെ മിക്കപ്പോഴും മാഡത്തിൻ്റെ പങ്ക്തികൾ കാണാറുണ്ട്. പിന്നെ കൃഷ്ണകുമാർ സാറും കൃഷ്ണകുമാരി ടീച്ചർ, അങ്ങനെ ഒരുപാട് ടീച്ചർമാരുടെ പേരുകളൊക്കെ മറന്നുപോയി എന്നല്ല, പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല. അങ്ങനെ വളരെയധികം ഓർക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു ടൈം തന്നെയായിരുന്നു. 3 വർഷത്തിൽ എനിക്ക് തോന്നുന്നു ക്ലാസ്സുകളിൽ കയറൽ വളരെ കുറവായിരുന്നു. ഏകദേശം ഫൈനൽ ഇയറൊക്കെ ആയപ്പോഴത്തേനാണ് കൂടുതലും ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയതും ക്ലാസ്സിലുള്ള നമ്മുടെ സഹപാഠികളുമായിട്ടൊക്കെ ഒരുപാട് നേരം ഇരുന്നതും ഒക്കെ ഓർമ്മ വരുന്നത് ആ ഒരു ഫൈനൽ ഇയർ കാലഘട്ടത്തിൽ. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പായിട്ട് നടക്കുകയായിരുന്നു. ക്ലാസ്സിലൊക്കെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ക്ലാസ്സിൽ കയറിയുള്ളൂ. രാഷ്ട്രീയം, സ്പോർട്സൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഓർക്കാനുള്ളൊരു മെമ്മറി എന്ന് പറയുന്നത് NCCയുടെ ക്യാമ്പാണ്. ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് ഒരു നാഷണൽ ഒരു ട്രെക്കിംഗ് ക്യാമ്പിന് പോയിട്ട് ഓർമ്മയുണ്ട്. അതെനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. സ്ഥലം അഗസ്ത്യാർകൂടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വളരെ നല്ല മെമ്മറി ആയിരുന്നു. പിന്നെ സൗഹൃദങ്ങളിൽ നിന്നിപ്പം ഒരുമാതിരിപ്പെട്ട നാട്ടുകാരായ സഹപാഠികളുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ തുടർന്നു പോകുന്നു. എന്തായാലും ഇവിടെ വരാനും വീണ്ടും ഇവിടുത്തെ ഓരോ ദൃശ്യങ്ങൾ പകർത്താനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ എന്നോടൊപ്പം നിങ്ങളും അത് ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഓർമ്മകൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. എന്താ പറയുന്നത്, ആ ഒരു സമയത്ത് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഒരുപാട് സൗഹൃദങ്ങൾ കൊണ്ട് സമ്പന്നമായ ആ ഒരു ടൈമിൽ ഒത്തിരി പറയാൻ പാടില്ലാത്തതും പറയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ ഈ കുറഞ്ഞ സമയം കൊണ്ട് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. എന്നാലും വീണ്ടും ഇവിടെ വന്നതിലും കോളേജിൽ കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.